ഇന്നിതാ ഇപ്പോൾ സ്കൂളിലാണ് ഉള്ളത്. ഇന്ന് സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ നടക്കുകയാണ്. കുട്ടികളുടെ പരിപാടിയും ഓണസദ്യയും പൂക്കള മത്സരവും ഒക്കെയാണ് സ്കൂളിൽ നിന്ന് നടക്കുന്നത്. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാനും സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ സ്കൂളിൽ നടന്നത് പൂക്കള മത്സരമാണ്. കുട്ടികൾ തന്നെ പൂക്കളെല്ലാം കൊണ്ടുവന്ന് അവർ തന്നെ കളമൊക്കെ വരച്ച് അവരുടേതായ രീതിയിലിട്ട പൂക്കളങ്ങളാണ് ഈ കാണുന്നത്. 3 ഗ്രൂപ്പുകളിലായിട്ട് തിരിച്ചിട്ടാണ് പൂക്കള മത്സരം നടത്തിയത്. ആ 3 പൂക്കളമാണ് ഈ കാണുന്നത്. പിന്നീട് ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. കേക്കൊക്കെ കട്ട് ചെയ്ത് കുട്ടികൾക്ക് കൊടുത്തു. അതിനുശേഷം കുട്ടികളുടെ കലാപരിപാടികളൊക്കെ നടത്തി. ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കൽ, കസേര കളി, അങ്ങനെയുള്ള കുറച്ച് കലാപരിപാടികൾ. പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഓണസദ്യക്കുള്ള വട്ടം കൂട്ടലായി. കുട്ടികൾ തന്നെ കൊണ്ടുവന്ന വിഭവങ്ങളാണ് ഓണസദ്യയിൽ ഉൾപ്പെടുത്തിയത്. സ്കൂളിലെ പരിപാടിക്ക് രക്ഷിതാക്കളും എത്തിയിട്ടുണ്ടായിരുന്നു. സദ്യയുടെ സമയമായപ്പോൾ കുട്ടികൾക്ക് സദ്യ വിളമ്പിക്കൊടുക്കുന്നത് രക്ഷിതാക്കളും അധ്യാപകരും എല്ലാം കൂടി ചേർന്നാണ്. നല്ല വാഴയിലയിട്ട് വിഭവങ്ങൾ ഓരോന്നായി വിളമ്പി കുട്ടികൾക്ക് നല്ലൊരു സദ്യ നൽകി. ഈ കുരുപ്പും ഞാനും കൂടി ഈ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ്. ഞങ്ങൾ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ അവളുടെ മകൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ടേ. സ്കൂളിലെ PTA മീറ്റിംഗ് പോലുള്ള പ്രധാനപ്പെട്ട പരിപാടികൾക്കൊന്നും അവൾ എത്താറില്ലെങ്കിലും ഇതുപോലെ എന്തെങ്കിലും തിന്നാൻ കിട്ടുന്ന പരിപാടി ഉണ്ടെങ്കിൽ അവൾ തീർച്ചയായും എത്തും. കുട്ടികളൊക്കെ സദ്യ കഴിച്ചതിന് ശേഷം രക്ഷിതാക്കളുടെ കൂടെ ഇരുന്ന് ഞാനും ഓണസദ്യ കഴിച്ചു. അങ്ങനെ നമ്മുടെ സ്കൂളിലെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികളും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്.